ബലക്ഷയം കാരണം പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടം പൊളിക്കാതെ നോക്കിയിരുന്നത് 2 വർഷം. ഒടുവിൽ കാലപ്പഴക്കം ചെന്ന കോൺക്രീറ്റ് പാളിക്കടിയിൽ പൊലിഞ്ഞത് 4 ജീവൻ. കോഴിക്കോട് വലിയങ്ങാടിയിലുണ്ടായ വലിയ അപകടത്തിന്റെ പ്രധാന ഉത്തരവാദി കോഴിക്കോട് കോർപ്പറേഷനാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കപ്പുറം അനാസ്ഥ കാണിച്ചവർക്കെതിരെ കർശന നടപടി ആവശ്യമാണ്. കാണാം കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വലിയങ്ങാടിയിലെ വലിയ വീഴ്ച. അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ CCTV ദൃശ്യങ്ങൾ. കണ്ടുനിന്നവർ തലയിൽ കൈവച്ചു പോയ അപകടം. സമയം രാവിലെ 11:53. സിമന്റ് സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിനു മുന്നിൽ സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു അവർ 7 പേർ. നിമിഷ നേരങ്ങൾ കൊണ്ടായിരുന്നു ആ അപകടം. വലിയ ശബ്ദം കേട്ടയുടനെ 2 പേർക്ക് ഓടി മാറാനായി. പക്ഷേ 5 പേർക്കുമേൽ സ്ലാബ് വന്നു പതിച്ചു. ഓടിക്കൂടിയ നാട്ടുകാർ പുറത്തെടുക്കുമ്പോൾ 4 പേരുടെ നില അതീവ ഗുരുതരം. ഇപ്പൊ അടുത്ത ലെവലിൽ 2 പേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. കാലില്ല, ഒന്നിനും കാല് 2 കഷ്ണമായി. ആ കൊണ്ടേ പോക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് പൊതുവെ ചില ഭാഗങ്ങളൊക്കെ തടഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും. നമ്മളൊക്കെ അതിന്റെ ഒഴിഞ്ഞു മാറലാണ്. അന്നന്നത്തെ അന്നം കണ്ടെത്താൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ 4 തൊഴിലാളി ജീവനുകളാണ് അധികൃതരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത്. നമ്മൾ സ്റ്റേജ് പോയത് 10-40 കൊല്ലായി. നമ്മളൊക്കെ പേടിച്ചിട്ടുള്ള നിൽക്കണേ. ഇത് പൊളിക്കാതെ കുറെ കാലമായി. ഇതമ്മാര് അപകടങ്ങൾ സംഭവിച്ചിട്ട് പൊളിച്ചിട്ട് ഫലമില്ല. നമ്മളൊക്കെ 10-40 കൊല്ലം ഏട്ടരഞ്ചന്മാരായിട്ട് നിൽക്കണേ. സംഭവത്തിന് പിന്നിൽ കോർപ്പറേഷൻ ഭരണസമിതിയെന്ന ആരോപണവുമായി കോൺഗ്രസും മേയർ കൊലപാതകിയെന്ന് ആരോപിച്ച് BJPയും രംഗത്ത്. ഈ മരണം ഏറെ വേദനാജനകമാണ്. ഇവർ മരണപ്പെട്ടതല്ല, കൊന്നതാണ്. കൊന്നത് കോഴിക്കോട് നഗരസഭയാണ്. പ്രതിഷേധിച്ചെത്തിയ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ കയ്യാങ്കളി. ഏറെ പണിപ്പെട്ടാണ് പോലീസിന് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാനായത്. മരിച്ചവരോടുള്ള ആദരസൂചകമായി ഇന്നും നാളെയും വലിയങ്ങാടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടും. എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ഈ ദുരന്തത്തിന്റെ പാപഭാരത്തിൽ നിന്ന് കോർപ്പറേഷന് ഒഴിഞ്ഞു മാറി നിൽക്കാനാകില്ല. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.